മോർണിംഗ് പ്രൈസ് കാർഡ്. എൻ്റെ പേര് മഞ്ജു. ദൈവത്തിന്റെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. സ്വാതന്ത്ര്യത്തിനായിട്ടാണ് നമ്മുടെ ദൈവം യേശുക്രിസ്തു നമ്മളെ സ്വതന്ത്രരാക്കിയിരിക്കുന്നത്. ആ സ്വാതന്ത്ര്യം ദൈവം തന്നിരിക്കുന്ന സ്വാതന്ത്ര്യത്തെ സ്വന്തം രക്തം കൊണ്ടാണ് നമുക്ക് ആ സ്വാതന്ത്ര്യം നേടിയെടുത്തതെന്ന് ഓർത്തോണം. ആ സ്വാതന്ത്ര്യത്തിൽ ഉറച്ചു നിൽക്കുന്നവരായിരിക്കണം അല്ലെ. വീണ്ടും എന്താ പറയുക, ബോണ്ടേജിലായി പോകരുത്, അടിമത്തത്തിന്റെ നുഖത്തിലായി പോകരുത് എന്നാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അടിമത്തം പല രീതിയിൽ വരുന്നുണ്ട് അല്ലെ. നമ്മുടെ പാരമ്പര്യത്തിലേക്ക് തിരിച്ചു പോകുമ്പോൾ അല്ലെ, ന്യായപ്രമാണത്തിന്റെ കീഴിലേക്ക് തിരിച്ചു പോകുമ്പോൾ, പിന്നെ പാപത്തിന്റെ രീതിയിലേക്ക് നമ്മൾ തിരിച്ചു പോകുമ്പോൾ, അങ്ങനെ പലതരത്തിലുള്ള എന്താ പറയുക ബോണ്ടേജിൽ അല്ലെങ്കിൽ അടിമത്തത്തിലേക്ക് കൊണ്ടുപോകുന്ന കാര്യങ്ങളുണ്ട്. അപ്പൊ അതിലൊന്നും ആയി പോകരുത് എന്നാണ് ദൈവം പറഞ്ഞിരിക്കുന്നത്. യേശുവിൽ ഉറച്ചു നിൽക്കുക, യേശു തന്നിരിക്കുന്ന സ്വാതന്ത്ര്യത്തിൽ ഉറച്ചു നിൽക്കുക. സ്വാതന്ത്ര്യത്തിനായിട്ടാണ് അവൻ നമ്മളെ സ്വതന്ത്രരാക്കിയിരിക്കുന്നത് അല്ലെ. അതാണ് ദൈവം പറയുന്നത്. അതാണ് ഇന്നത്തെ എൻ്റെ ടോപ്പിക്ക്. മുമ്പോട്ട് പോകുന്നതിന് മുമ്പായിട്ട് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. പ്രാർത്ഥിച്ചതിന് ശേഷം സംസാരിക്കാം. കർത്താവ്, ഈ സമയത്ത് നന്ദി പറയുന്നു. കർത്താവിന്റെ സ്നേഹത്തിന് നന്ദി പറയുന്നു. താങ്ക് യു ജീസസ് മാസ്റ്റർ. ഞങ്ങളെ സ്വതന്ത്രരാക്കിയതിനായിട്ട് നന്ദി പറഞ്ഞു. ഞങ്ങൾ ബോണ്ടേജിലായിരുന്നു കർത്താവ്, ഞങ്ങൾ അടിമത്തത്തിലായിരുന്നു കർത്താവ് ലോഡ് പാ. ഞങ്ങളുടെ പാപത്തിന്റെ, ഞങ്ങളുടെ പാരമ്പര്യത്തിന്റെ കർത്താവ് ലോഡ് പാ, ഈ ലോകത്തിന്റെ ഇങ്ങനെ പലതരത്തിലുള്ള എന്താ പറയണേ ബോണ്ടേജിലായിരുന്നു കർത്താവ് ഞങ്ങൾ. പക്ഷെ അവത്തിൽ നിന്നല്ല ഞങ്ങളെ വിടുവിച്ചുകൊണ്ട് ഇന്നൊരു പുതിയ ജീവിതം, സ്വാതന്ത്ര്യത്തിൻ്റെതായിട്ടുള്ള ജീവിതം അങ്ങയിൽ ഞങ്ങൾക്ക് തന്നിരിക്കുന്നതായിട്ട് നന്ദി പറയുന്നു കർത്താവെ. അങ്ങില്ലായിരുന്നു ഞങ്ങളുടെ ജീവിതം എന്തായി തീരുമായിരുന്നു കർത്താവ്. അങ്ങ് ഞങ്ങളെ തേടി എത്തിയില്ലായിരുന്നെങ്കിൽ കർത്താവ് ഞങ്ങളുടെ ജീവിതം എന്തായി തീരുമായിരുന്നു കർത്താവെ. ഓ കർത്താവെ, താങ്ക് യു ജീസസ്. ഞങ്ങളെ വിടുവിച്ചതിനായിട്ട് നന്ദി പറയുന്നു പിതാവെ. നന്ദി പിതാവ്. വർഷിപ്പ് ഹോളി നെയിം ആയിട്ട് ഫാദർ. ഹോളി സ്പിരിറ്റ് ഗോഡിനെ തന്നതിനായിട്ട് നന്ദി പറയുന്നു. കണ്ണുകളെ തുറന്നതിനായിട്ട് നന്ദി പറയുന്നു. ഹൃദയങ്ങളെ തുറന്നതിനായിട്ട് നന്ദി പറയുന്നു. അപ്പൊ ഫാദർ, അങ്ങയുടെ മകനായിട്ട് നന്ദി പറയുന്നു. സ്നേഹത്തിനായിട്ട് നന്ദി പറയുന്നു. അങ്ങയുടെ സ്നേഹത്തിന് നന്ദി പറയുന്നു. യേശുവിന്റെ നാമത്തിന് ആമേൻ. സംസാരിക്കണമെന്ന് അപേക്ഷിക്കുന്നു ഞങ്ങളോട്. യേശുവിന്റെ നാമത്തിന് ആമേൻ. ഗലാത്യർക്ക് എഴുതിയ ലേഖനത്തിലേക്ക് പോകും. 5-ാമത്തെ ചാപ്റ്ററിന്റെ 1 തൊട്ട് 6 വരെയുള്ള വാക്കുകൾ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്. ഗലാത്യർക്ക് എഴുതിയ ലേഖനത്തിന്റെ 5-ാമത്തെ ചാപ്റ്ററിന്റെ 1 തൊട്ട് 6 വരെ. ഗലേഷ്യർ 5-ന്റെ 1 തൊട്ട് 6 വരെയുള്ള വാക്കുകൾ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്. സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി, ആകയാൽ അതിൽ ഉറച്ചു നിൽപ്പിൻ. അടിമ നുഖത്തിൽ പിന്നെയും കുടുങ്ങി പോകരുത്. നിങ്ങൾ പരിച്ഛേദനം ഏറ്റാൽ ക്രിസ്തുവിനെ കൊണ്ട് നിങ്ങൾക്കൊരു പ്രയോജനവുമില്ല എന്നു പൗലോസായ ഞാൻ നിങ്ങളോട് പറയുന്നു. പരിച്ഛേദനം ഏൽക്കുന്ന ഏതു മനുഷ്യനോടും അവൻ ന്യായപ്രമാണം മുഴുവൻ നിവർത്തിപ്പാൻ കടംപെട്ടിരിക്കുന്നു എന്ന് ഞാൻ പിന്നെയും സാക്ഷീകരിക്കുന്നു. ന്യായപ്രമാണത്താൽ നീതീകരിക്കപ്പെടുവാൻ ഇച്ഛിക്കുന്ന നിങ്ങൾ ക്രിസ്തുവിനോട് പെട്ടുപോയി നിങ്ങൾ കൃപയിൽ നിന്ന് വീണ്ടുപോയി. ഞങ്ങളോ വിശ്വാസത്താൽ നീതി ലഭിക്കും എന്നുള്ള പ്രത്യാശ നിവൃത്തിയെ ആത്മാവിനാൽ കാത്തിരിക്കുന്നു. യേശുക്രിസ്തുവിൽ പരിച്ഛേദനമല്ല, അഗ്രചർമ്മവുമല്ല, സ്നേഹത്താൽ പ്രചരിക്കുന്ന വിശ്വാസം അത്രേ കാര്യം. യേശുവിനെ, ദൈവത്തിന് അല്ലെ, യേശു ദൈവമാണ് അല്ലല്ലോ. ചില ആൾക്കാർക്കൊന്നും അത് അങ്ങ് വിശ്വസിക്കാൻ പറ്റുന്നില്ല, ചില ഗ്രൂപ്പ് ഓഫ് ആൾക്കാർക്ക്. പക്ഷെ അതിലൊന്നും ഒരു കാര്യമില്ല. യേശു ദൈവമാണ്. ദൈവത്തെ പ്രീതിപ്പെടുത്തണമെങ്കിൽ വിശ്വാസം കൊണ്ട് മാത്രമേ ഉള്ളൂ. ദൈവം നമ്മളോട് പറഞ്ഞിരിക്കുന്ന, പിതാവായ ദൈവം നമ്മളോട് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം ഇതാണ്: തൻ്റെ പുത്രനിൽ വിശ്വസിക്കുക. അപ്പോൾ ദൈവത്തെ നമ്മൾ സ്നേഹിക്കുക, നമ്മുടെ ഹൃദയം കൊണ്ട്, നമ്മുടെ ആത്മാവ് കൊണ്ട്, നമ്മുടെ പ്രാണൻ കൊണ്ട്, നമ്മുടെ ശക്തി കൊണ്ട്, നമ്മുടെ മനസ്സുകൊണ്ട് അല്ലെ, ദൈവത്തെ സ്നേഹിക്കുക. ദൈവത്തെ സ്നേഹിക്കുന്നതോടൊപ്പം തന്നെ അയൽക്കാരെ സ്നേഹിക്കുക, ദൈവത്തിന്റെ മക്കളെയും സ്നേഹിക്കുക അല്ലെ. സ്നേഹം അത് ദൈവത്തിന് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതിനേക്കാളും തന്നെ പറയുന്നത്, അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട കാര്യമാണ് വിശ്വാസം. ദൈവത്തിന്റെ രാജ്യത്തിന്റെ കറൻസിയാണ് വിശ്വാസം എന്ന് പറഞ്ഞാൽ. വിശ്വാസമില്ലെങ്കിൽ, ദൈവത്തെ നമ്മൾ വിശ്വസിക്കുന്നില്ലെങ്കിൽ നമുക്ക് ഒരിക്കൽ പോലും ദൈവത്തെ പ്രീതിപ്പെടുത്താൻ സാധിക്കത്തേ ഇല്ല. അപ്പൊ ഇവിടെ ദൈവം പറഞ്ഞിരിക്കുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മളെ ദൈവത്തിന്റെ മക്കളാക്കിയിരിക്കുകയാണ് അല്ലെ. യേശുവിലുള്ള വിശ്വാസം കാരണം, യേശുവിലുള്ള വിശ്വാസം കൊണ്ട് നമ്മൾ യേശുവിനെ വിശ്വസിച്ച നിമിഷം തൊട്ട് നമ്മളെ ഇങ്ങോട്ട് ദൈവത്തിന്റെ മക്കളാക്കിയിരിക്കുകയാണ്. അത് സ്വാതന്ത്ര്യത്തിന് വേണ്ടിയാണ്. ദൈവം സ്വാതന്ത്ര്യത്തിന്റെ ദൈവമാണ് അല്ലെ. ഒരിക്കൽ പോലും ഒരു ബോണ്ടേജിന്റെ ദൈവമല്ല അല്ലെ. സകല വിധത്തിലുള്ള ബോണ്ടേജുകളെ വിടുവിക്കുന്നവനാണ്. അപ്പൊ നമ്മൾ ഐസയ്യക്കകത്തൊക്കെ പോവുകയാണെങ്കിൽ 61-ാമത്തെ ചാപ്റ്ററിൽ, യേശയ്യാവിന്റെ 61-ാമത്തെ ചാപ്റ്ററിൽ പോകുമ്പോൾ യേശുക്രിസ്തുവിനെ കോട്ട് ചെയ്തിരിക്കുന്ന കാര്യം ഇത് എന്താന്ന് പറഞ്ഞാൽ, സ്പിരിറ്റ് ഓഫ് ദ ലോർഡ് ഈസ് അപ്പോൺ മീ. ദൈവത്തിന്റെ ആത്മാവ് എന്നിൽ ഉണ്ട് അല്ലെ. എന്റെ
എൻ്റെ പൊക്കത്തുണ്ട്, അല്ലെ, എന്നിലുണ്ട്. എന്തിനത്? ബോണ്ടേജിലായിരിക്കുന്ന ആൾക്കാർ, അല്ലെ, അടിമത്തത്തിലായിരിക്കുന്ന ആൾക്കാരെ വിടുവിക്കുന്നതിന് വേണ്ടി. അപ്പൊ ദൈവം, ഹോളി സ്പിരിറ്റ് ഗോഡ് എവിടെ മൂവ് ചെയ്യുന്നുണ്ടോ അവിടെയെല്ലാം സ്വാതന്ത്ര്യമാണ്, അല്ലെ. ദൈവത്തിന്റെ ആത്മാവ് എവിടെയുണ്ട് അവിടെ സ്വാതന്ത്ര്യമാണുള്ളത്. അപ്പൊ നമ്മളെ ദൈവം ഉയർത്തെഴുന്നേൽപ്പിച്ചിരിക്കുന്നു യേശുവിന്റെ ഒപ്പം, അല്ലെ. ഇന്ന് നമ്മളെ ദൈവത്തിന്റെ ഒപ്പം, യേശുവിന്റെ ഒപ്പം നമ്മൾ സീറ്റഡ് ആണ്, അല്ലെ. ഹെവൻലി പ്ലേസസിൽ നമ്മളെ സ്വർഗത്തിന്റെ തലങ്ങളിൽ നമ്മൾ ദൈവത്തിന്റെ ഒപ്പമാണ്. അപ്പൊ നമ്മുടെ ശരീരം ഇവിടെയല്ലേ. അപ്പൊ ശരീരത്തെ പറ്റിയല്ല പറഞ്ഞത്, നമ്മുടെ ആത്മാവിനെ പറ്റി, എന്താ പറയുക, സ്പിരിറ്റിനെ പറ്റിയാണ് പറഞ്ഞത്. അപ്പൊ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യന് ആത്മാവും ഉണ്ട്, പ്രാണനും ഉണ്ട്, ശരീരമുണ്ട്, അല്ലെ. നമ്മള് സ്പിരിറ്റ് ബീയിങ്സ് ആണ്. നമ്മൾക്കൊരു എന്താ പറയാ, പ്രാണനുണ്ട്, അതായത് സോൾ ഉണ്ട്. അപ്പോൾ നമ്മൾ ആ ആത്മാവും പ്രാണനും എല്ലാം ഉള്ളത് ഒരു ശരീരത്തിലാണ്, ശരീരത്തിൽ നമ്മൾ വസിക്കുന്നത്, അല്ലെ. അപ്പൊ നമ്മുടെ ആത്മാവിനെ പറ്റി പറഞ്ഞ, ആത്മാവ് ദൈവത്തിന്റെ ഒപ്പമാണ്. ഹോളി സ്പിരിറ്റ് ഗോഡ് നമ്മുടെ ആത്മാവുമായിട്ടാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ ആത്മാവിന്റെ ഉള്ളിലാണ് ഹോളി സ്പിരിറ്റ് ഗോഡിന്റെ, എന്താ പറയുക, നമ്മുടെ ഉള്ളിൽ ഹോളി സ്പിരിറ്റ് ഗോഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ ആത്മാവിന്റെ ഉള്ളിലാണ് ഹോളി സ്പിരിറ്റ് ഗോഡ് വസിക്കുന്നത്, അല്ലെ. നമ്മുടെ ഉള്ളിൽ ഹോളി സ്പിരിറ്റ് ഗോഡ് വസിക്കുന്നു എന്ന് പറയും. നമ്മൾ ജീവിക്കുന്ന ദൈവത്തിന്റെ ആലയങ്ങളാണെന്ന് പറയുമ്പോൾ അത് നമ്മുടെ ഹോളി സ്പിരിറ്റ് ഗോഡ് നമ്മുടെ ശരീരത്തിലല്ല വസിക്കുന്നത്, നമ്മുടെ സോളിലല്ല വസിക്കുന്നത്, പക്ഷെ നമ്മുടെ ആത്മാവിന്റെ ഉള്ളിലാണ്, അല്ലെ. അതൊക്കെ എങ്ങനെ സാധിക്കും എന്നുള്ള കാര്യം നമുക്ക് അറിഞ്ഞുകൂടാ. കാരണം ദൈവത്തിന് ലിമിറ്റ് ഇല്ല, അല്ലെ. ദൈവം തന്നെ പറഞ്ഞിരിക്കുന്നുണ്ട് ഇങ്ങനെ കാര്യമല്ലോ, സ്വർഗം എന്ന് പറഞ്ഞത് എൻ്റെ ത്രോണാണ്, എന്താ പറയുക, ഭൂമി എന്ന് പറഞ്ഞത് എൻ്റെ ഫുഡ് സ്റ്റൂളാണ്, അല്ലെ, കാല് വെക്കുന്ന സ്ഥലമാണ് ഭൂമി എന്ന് പറഞ്ഞു. അതേ ദൈവം, അത്രയും ഒരിക്കൽ പോലും ഒരു ലിമിറ്റ് ഇല്ലാത്ത ദൈവം മനുഷ്യന്റെ ഉള്ളിൽ എങ്ങനെ വസിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് അറിയത്തില്ല, അല്ലെ. നമ്മൾക്കതൊന്നും മനസ്സിലാക്കാൻ അത്രയ്ക്ക് പ്രാപ്തിയൊന്നുമില്ല. ഹോളി സ്പിരിറ്റ് ഗോഡ് നമ്മൾക്ക് വെളിപ്പെടുത്തി തരുന്നത് മാത്രമേ നമുക്കറിയൂ. നമുക്ക് അത് അറിഞ്ഞാൽ മാത്രം മതി, അല്ലെ. നമ്മൾ കൂടുതൽ കാര്യങ്ങളൊന്നും അറിയേണ്ട കാര്യമൊന്നുമില്ല. ഇവിടെ നമ്മളോട് ദൈവം പറഞ്ഞിരിക്കുകയാണ്, സ്വാതന്ത്ര്യത്തിനായിട്ട് ദൈവം നമ്മളെ സ്വാതന്ത്ര്യമാക്കിയിരിക്കുകയാണ്. അപ്പൊ ആ സ്വാതന്ത്ര്യത്തിൽ നിന്ന് വിട്ടു പോകാൻ നമ്മളായിട്ട് ശ്രമിക്കരുത് എന്ന് പറഞ്ഞിരിക്കുന്നു. നമ്മൾ ഉറച്ചു നിൽക്കൂ എന്നാണ് ദൈവം നമ്മളോട് പറഞ്ഞിരിക്കുന്നത്, അല്ലെ. നമ്മളെ സ്വതന്ത്രരാക്കിയിരിക്കുകയാണ്. ന്യായപ്രമാണത്തിൽ ഇവിടെ പറഞ്ഞിരിക്കുക, പരിച്ഛേദനം ഏൽക്കാൻ പിന്നെ ശ്രമിക്കരുതെന്ന് പറഞ്ഞു. ഇപ്പൊ ഗലേഷ്യർ എന്ന് പറയുമ്പോൾ അത് ഒരു ചർച്ചിനെ പറ്റിയല്ല പറഞ്ഞത്, പല ചർച്ചുകളെ പറ്റി, അല്ലെ. ഗലേഷ്യ ആ ഒരു ഏരിയയിലുള്ള പല ചർച്ചുകളെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഈ ചർച്ചുകൾ പോൾ വഴി ദൈവം സ്ഥാപിച്ചിരിക്കുന്ന ചർച്ചുകൾ, പോളിന്റെ ഒന്നാമത്തെ മിഷണറി ട്രിപ്പിൽ സ്ഥാപിച്ചിരിക്കുന്ന ചർച്ചുകളാണ്, അല്ലെ. അപ്പൊ ഇവിടുത്തെ പ്രശ്നം, ഈ ഗലേഷ്യർക്ക് ഉണ്ടായിരുന്ന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അവർ തിരിച്ച് ന്യായപ്രമാണത്തിലേക്ക് പോകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു, അല്ലെ. പരിച്ഛേദനത്തെ പറ്റി അവര് പിന്നെയും അത് അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് അവര് തിരിച്ച് പിന്നെ അതും ഫോളോ ചെയ്യാൻ വേണ്ടി അവർ പോകാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് ഇവര് തന്നെത്താനെ ശ്രമിച്ചതല്ല വാസ്തവം, അല്ലെ. കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇവരെ ടീച്ച് ചെയ്യാൻ വേണ്ടി എന്താ പറയുക, ക്രുക്കഡായിട്ടുള്ള കുറെ ബ്രദർമാര്, അല്ലെ, ഇവര് വിശ്വാസത്തിലുള്ളവരാന്നുള്ള പേരിൽ കുറെ ആൾക്കാർ വന്നിട്ട് ഇവരെ ടീച്ച് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു. ഇങ്ങനെയുള്ള കാര്യം ന്യായപ്രമാണത്തിൽ തിരിച്ചു പോകണം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ നമുക്കറിയാം, അപ്പോസ്തല പ്രവൃത്തിയിലേക്ക് പോകുമ്പോൾ 15-ാമത്തെ ചാപ്റ്ററിലേക്ക് പോകുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും ഇങ്ങനെ തന്നെ ഒരു കാര്യം ആന്റിയോക്ക് ചർച്ചിലും അന്ത്യോക്യ ചർച്ചിൽ നടക്കുന്ന ഒരു കാര്യം നമുക്കറിയാം. കുറെ പേര് ജെറുസലേം ചർച്ചിൽ നിന്ന്, അല്ലെ, അത് ഹെഡ് ക്വാർട്ടേഴ്സ്, അന്നത്തെ ചർച്ചിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ആയിരുന്നല്ലോ ജെറുസലേം, അല്ലെ. അപ്പൊ ജെറുസലേം ചർച്ചിൽ നിന്ന് കുറെ ആൾക്കാര് മറ്റേ അപ്പോസ്തലന്മാര് പീറ്ററിന്റെയോ ജെയിംസിന്റെയോ ജോണിന്റെയോ ഒന്നും അനുവാദമൊന്നും ഇല്ലാത്ത, അധികാരമൊന്നും ഇല്ലാത്ത ഇവര് ആന്റിയോക്ക്, അല്ലെ, അന്ത്യോക്യ എന്നുള്ള ചർച്ചിലേക്ക് വന്നിട്ട് അവിടെ പരിച്ഛേദനം ഏൽക്കാത്തവരാരും തന്നെ രക്ഷിക്കപ്പെടത്തില്ല എന്നൊക്കെ ഉള്ള ഒരു രീതിയിൽ വർത്താനൊക്കെ പറയുന്നു. അപ്പൊ അത് പോളും ബർണ്ണബാസും അതിനെതിരാകുന്നു. അപ്പൊ പിന്നെ പോളും ബർണ്ണബാസും കൂടെ പിന്നെ കുറെ ആൾക്കാരുമായിട്ട് ജെറുസലേമിലേക്ക് പീറ്ററിനെയൊക്കെ കാണുന്നതിന് വേണ്ടി സംസാരിക്കുന്നതിനോട് ഒരു തീരുമാനം ഉണ്ടാക്കുന്നതുകൊണ്ട് അവർ പോകുന്നു. ആ കാര്യം നമുക്കറിയാം. അപ്പോസ്തല പ്രവൃത്തി 15-ാമത്തെ ചാപ്റ്റർ നമ്മൾ വായിക്കുന്ന കാര്യമാണ്. അപ്പൊ പിന്നെ പീറ്ററും എല്ലാവരും ഡിസ്കഷൻ നടത്തുന്നു. ഡിസ്കഷന് ശേഷം അവസാനം അവർ തീരുമാനം എടുക്കുന്നു, പരിശോധനയൊന്നും വേണ്ട, സെക്ഷൽ ഇമ്മോറാലിറ്റിയിലേക്കൊന്നും പോകാതിരുന്നാൽ മതി. അങ്ങനെയുള്ള കുറെ തീരുമാനങ്ങളൊക്കെ ആയിട്ട് അവരൊരു ലെറ്റർ തിരിച്ചു കൊടുത്തു വിടുന്നു, അല്ലെ. ആ ലെറ്റർ എന്താ പറയുക, അവര് വായിക്കുന്നു, ആന്റിയോക്കിൽ ചർച്ചിൽ വായിക്കുന്നു. അതോടുകൂടി അവർക്ക് സമാധാനമാകുന്നു. അപ്പൊ അത് നമ്മൾ വായിക്കുന്ന കാര്യമാണ്. എന്താ പറയുക, ഇവിടെ അപ്പോസ്തല പ്രവൃത്തി 15-ാമത്തെ ചാപ്റ്ററിൽ വായിക്കുന്ന കാര്യമാണ്. അപ്പൊ ഇതുപോലെ തന്നെ ഒരുപക്ഷെ ഇതേ കൂട്ടത്തിലുള്ള ആൾക്കാർ തന്നെ ആയിരിക്കാം ഈ ഗലേഷ്യർക്ക് ഈ ഏരിയയിലുള്ള ആ ചർച്ചുകളിൽ, ഒരു ചർച്ചിലെ പല ചർച്ചുകളുണ്ടല്ലോ, ഗലാത്യർ എന്ന് പറയുമ്പോൾ. അപ്പോൾ പല ചർച്ചുണ്ട്. ആ ചർച്ചിലൊക്കെ വന്നിട്ട് സർക്കംസെഷനെ പറ്റി, അല്ലെ, പരിച്ഛേദനത്തെ പറ്റി പിന്നെ ഇവരെ പഠിപ്പിക്കുന്നു, തിരിച്ച് അതിലേക്ക് പോകണം. അപ്പൊ എന്നൊക്കെ ഉള്ള തീരുമാനം ഇവരെ പറഞ്ഞു പഠിപ്പിക്കുന്നത്. അപ്പൊ നമുക്കറിയാം 1-ാമത്തെ ചാപ്റ്റർ തന്നെ, ഗലാത്യർക്ക് ലേഖനത്തിൽ 1-ാമത്തെ ചാപ്റ്റർ തന്നെ പോൾ പറഞ്ഞിട്ടിരിക്കുന്ന ഒരു കാര്യമുണ്ട്.
ഈ ഞങ്ങള് നിങ്ങളെ പഠിപ്പിച്ച ഗോസ്പൽ അല്ല വേറെ ഏത് തരത്തിലുള്ള ഗോസ്പൽ. ഞങ്ങളല്ല ഏഞ്ചൽസ് സ്വർഗ്ഗത്തിന്ന് ഡയറക്റ്റ് ഇറങ്ങി ആയിട്ട് വന്ന് പറഞ്ഞെന്ന് പറഞ്ഞാലും നിങ്ങളത് കേൾക്കാൻ പോകരുത്. അത് പഠിപ്പിക്കുന്ന ആൾ ശപിക്കപ്പെട്ടവനാണ്. അല്ലേ? അപ്പോ ഇവിടെ പോള് പറയുവാണ്, നിങ്ങൾ പരിച്ഛേദനം ഏൽക്കുന്നുവെങ്കിൽ പരിച്ഛേദനത്തിലേക്ക് നിങ്ങൾ പോവുകയാണ്, നിങ്ങൾക്കും യേശുക്രിസ്തുവും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. ഒരു വ്യക്തി പോലും രക്ഷിക്കപ്പെടത്തിൽ ന്യായപ്രമാണത്തിന്റെ കീഴിലുള്ള കാര്യങ്ങൾ ചെയ്തത് പ്രവൃത്തി കൊണ്ടല്ല, നമ്മൾ ചെയ്തു കൂട്ടുന്ന കാര്യങ്ങൾ കൊണ്ടൊന്നുമല്ല, ന്യായപ്രമാണം നമ്മൾ പാലിക്കുന്നതുകൊണ്ടല്ല. നമ്മളിപ്പോ എന്താ പറയുക, ജെന്റൈൽസ് ആയിരിക്കും, ജാതികൾക്ക് ന്യായപ്രമാണം ദൈവം ഹൃദയത്തിലാണ് എഴുതി തന്നിരിക്കുന്നത്, അല്ലെ? പക്ഷെ എന്നാലും നമ്മള് നമ്മളുടെ ഭയങ്കരമായിട്ട് നമ്മൾ പ്രവൃത്തി ചെയ്തുകൊണ്ട്, നമ്മൾ ഭയങ്കര വീര്യപ്രവർത്തി കൊണ്ട്, നമ്മുടെ ഭയങ്കര നല്ല പ്രവർത്തികൾ കൊണ്ടൊന്നുമല്ല ഒരു വ്യക്തി രക്ഷിക്കപ്പെടുന്നത്, അല്ലെ? ന്യായപ്രമാണത്തിന്റെ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ഒരു വ്യക്തി പോലും ഈ എന്താ പറയുക രക്ഷിക്കപ്പെടുത്തുന്നില്ലെന്നാണ് ദൈവം പല പ്രാവശ്യമുണ്ട് ഇപ്പൊ പറഞ്ഞിരിക്കുന്നത്. റോമർക്കെഴുതിയ ലേഖനത്തിലേക്ക് പോവുകയാണെങ്കിൽ, ഗലാത്യരുടെ 2ന്റെ 2ാമത്തെ ചാപ്റ്ററിലേക്ക് പോവുകയാണെങ്കിൽ ഒക്കെ ദൈവം അങ്ങനെ തന്നെ പഠിച്ചിരിക്കുന്നത്. ന്യായപ്രമാണത്തില് ഒരു പ്രവൃത്തി കൊണ്ട് ഒരു വ്യക്തി നീതീകരിക്കപ്പെടത്തില്ല. നീതീകരിക്കപ്പെടുന്ന യേശുവിന്റെ വിശ്വാസം, യേശുവിന്റെ വിശ്വാസം, യേശുവിലുള്ള വിശ്വാസം കൊണ്ട് മാത്രമാണ്. പക്ഷെ ഇവര് ആരൊക്കെയോ എന്തൊക്കെയോ ഇവരെ പഠിപ്പിച്ചത് കൊണ്ട് ഇവര് തിരിച്ച് എന്താ പറഞ്ഞ ന്യായപ്രമാണത്തിന്റെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പോകുന്നു, അല്ലെ? നമുക്കറിയാൻ പറ്റും ഇവർക്ക് അധികം ഇന്നത്തെ പോലെ കാര്യങ്ങളൊന്നുമില്ലല്ലോ. ഇന്നത്തെ പോലെ ബൈബിൾ ഈസി ആയിട്ട്, ബൈബിൾ അന്ന് ഇല്ലല്ലോ, അല്ലെ? എല്ലാ ബുക്കുകളും ഒരുമിച്ച് ചെയ്തിട്ടില്ല. ഇവർക്കല്ലേ ഓരോ ചർച്ചകൾക്ക് എഴുതിയിരിക്കുന്ന ലെറ്ററുകളാണല്ലോ നമുക്ക് എല്ലാം കൂടെ കൂട്ടിയിട്ടാണല്ലോ ബൈബിളായിട്ട് നമ്മുടെ കയ്യിലുള്ളത്. അപ്പൊ അന്ന് പോളും പീറ്ററും ബർണ്ണബാസും അല്ലെങ്കിൽ സൈലസും അങ്ങനെയുള്ളവരെല്ലാം അവർ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ മാത്രമേ ഇവർക്ക് അറിയത്തുള്ളൂ. വാമൊഴിയായിട്ട് കിട്ടുന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ ചർച്ചകൾക്ക് അറിയാവുന്നത്, അല്ലെ? പിന്നെ നമുക്കറിയാവുന്ന പോലെ സ്ക്രിപ്ചേഴ്സ് ഉണ്ട്, എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾഡ് ടെസ്റ്റ്മെന്റ് ഉണ്ട്, അല്ലെ? പക്ഷെ എന്നാലും ഇവർക്ക് അറിയാവുന്നത് ഇവര് പഠിപ്പിക്കുന്ന കാര്യം മാത്രം അറിയാം. പക്ഷെ സ്ക്രിപ്ചേഴ്സ് എന്ന് പറയുമ്പോ ഇവര് ഗലാത്യർക്കും അങ്ങനെയുള്ള ചർച്ചകളൊക്കെ ജാതികളും കൂടി ഉള്ള ചർച്ചകളായിരുന്നല്ലോ, അല്ലെ? മിക്സ്ഡ് ആയിട്ട് ഉള്ളവർ ആയിരുന്നല്ലോ. ജെന്റൈൽസും കൂടെ ഉണ്ടായിരുന്ന, ജൂതന്മാര് രക്ഷിക്കപ്പെട്ട ജൂതന്മാര്, യേശുവിൽ വിശ്വസിക്കുന്ന ജൂതന്മാര്, പിന്നെ ജെന്റൈൽസും കൂടെ വരുന്ന ആൾക്കാർ. ഇപ്പൊ റോമക്കത്ത് ലേഖനത്തിൽ നമുക്ക് കാണാൻ പറ്റും അതൊരു മിക്സ്ഡ് ആയിട്ടുള്ള ചർച്ച ആയിരുന്നല്ലോ അത്. അപ്പൊ ജാതികൾ തന്നെയുള്ള, ജൂതന്മാർ തന്നെയുള്ള, അങ്ങനെ മിക്സ്ഡ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പുള്ള പല ചർച്ചകളും അങ്ങനെ വരുന്നത്. അപ്പൊ ഇവര് തിരിച്ച് ന്യായപ്രമാണത്തിലേക്ക് പോകുന്നത്. ന്യായപ്രമാണത്തിലേക്ക് പോകുമ്പോ പറയുവാണ്, പോൾ ഇങ്ങനെ പറയുവാണ്, ന്യായപ്രമാണത്തിലേക്ക് പോകുന്നതിന്റെ കുഴപ്പം എന്താണെന്ന് വെച്ചാൽ, ഒന്നാമത്തെ കാര്യം അത് ന്യായപ്രമാണത്തിന്റെ കാര്യങ്ങള് എന്താ പറയുക പാലിച്ചുകൊണ്ട് ഒരു വ്യക്തിക്ക് പോലും രക്ഷിക്കപ്പെടാൻ സാധിക്കും, ഒരു വ്യക്തിക്ക് പോലും എന്താ പറയുക നീതീകരിക്കപ്പെടാൻ സാധിക്കത്തില്ല. രണ്ടാമത്തെ കാര്യം എന്താന്ന് വെച്ചാൽ, ന്യായപ്രമാണത്തിൽ എഴുതി വച്ചിരിക്കുന്ന സകലതും അനുഷ്ഠിച്ചില്ല എങ്കിൽ, സകലതും നോക്കിയില്ല എങ്കിൽ എന്ത് വെച്ച് കഴിഞ്ഞാൽ അവര് ശാപത്തിന്റെ അടിയിലായി പോകും, അല്ലെ? നമ്മളെ ആ ശാപത്തിന്, ന്യായപ്രമാണത്തിന്റെ അടിയിലുള്ള ആ ശാപം, അല്ലെ? ആ ശാപം എങ്ങനെ വരുന്ന, ന്യായപ്രമാണത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ നോക്കുന്നില്ല എന്നുള്ളത് വഴി വരുന്ന എന്താ പറയുക ശാപം കൊണ്ട്, ആ ശാപത്തിൽ നിന്ന് നമ്മളെ യേശുക്രിസ്തു വിടുവിച്ചിരിക്കുകയാണ് തന്റെ രക്തം കൊണ്ടല്ലേ. ക്രോസ് ഓഫ് കാൽവരി യേശു നമുക്ക് വേണ്ടി ശാപമായിട്ട് തീരുവ ചെയ്തത്. അപ്പൊ അങ്ങനെ നമ്മളെ വിടുവിച്ചിരിക്കുക ചെയ്യുന്ന ആ ശാപത്തിൽ നിന്ന് നമ്മൾ വിടുവിച്ചു. അപ്പൊ നമ്മൾക്ക് എബ്രഹാമിനോട് ദൈവം കൊടുത്തിരിക്കുന്ന, എബ്രഹാമിന് കൊടുത്ത പ്രോമിസുകളും എല്ലാ എന്താ പറയണ ബ്ലെസ്സിങ്സും, അത് ബ്ലെസ്സിങ് നമ്മൾക്കും കൂടെ കിട്ടാൻ വേണ്ടി, ജെന്റൈൽസിനും കൂടെ, അല്ലെ, എന്ന് പറഞ്ഞാല് ജാതികൾക്കും കൂടെ കിട്ടത്തക്ക രീതിയിൽ ദൈവം അത് ചെയ്തു തന്നിരിക്കണം. അപ്പൊ ഇവര് പറയുന്ന, ഇപ്പൊ പോൾ ഇവരോട് ചോദിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, 3ാമത്തെ ചാപ്റ്ററിലേക്ക് പോകുമ്പോൾ അറിയാൻ പറ്റും, നിങ്ങൾ സ്പിരിറ്റിലാണ് സ്റ്റാർട്ട് ചെയ്തത്, നിങ്ങളുടെ വിശ്വാസത്തിന്റെ ജീവൻ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന സ്പിരിറ്റിലാണെങ്കിൽ, ഇന്ന് നിങ്ങൾ ചെയ്യുന്നുണ്ടെന്ന് വെച്ചാൽ, നിങ്ങളെ തന്നെ പെർഫെക്റ്റഡ് ആക്കാൻ ശ്രമിക്കുന്നത്, നിങ്ങൾ പരിപൂർണരാക്കാൻ ശ്രമിക്കുന്നത് നിങ്ങളുടെ ജഡത്തിലാണ് ശ്രമിക്കുന്നത്. അപ്പൊ സ്പിരിറ്റിൽ സ്റ്റാർട്ട് ചെയ്ത കാര്യം സ്പിരിറ്റിൽ തന്നെ കൊണ്ടുപോകണം. ഹോളി സ്പിരിറ്റ് വഴി സ്റ്റാർട്ട് ചെയ്ത കാര്യം, നമ്മൾ രക്ഷ എന്ന് പറയുമ്പോൾ ഹോളി സ്പിരിറ്റിന്റെ വർക്കാണല്ലോ, ഹോളി സ്പിരിറ്റ് ഗോഡ് നമ്മുടെ ഉള്ളിൽ വർക്ക് ചെയ്താണല്ലോ. അപ്പൊ അത് കാര്യം അതേപോലെ തന്നെ നമ്മള് എന്താ പറയുക ഹോളി സ്പിരിറ്റിനാൽ നയിക്കപ്പെടുന്നവരായിട്ട്, നമ്മുടെ അവസാനം വരെ ഹോളി സ്പിരിറ്റിൽ ഞാൻ നയിക്കപ്പെട്ട് യേശുവിൽ നിലനിൽക്കുന്ന ആൾക്കാരായിരിക്കണം, എങ്കിൽ മാത്രമേ രക്ഷയുള്ളൂ, അല്ലെ? അല്ലാതെ നമ്മള് കുറെ പകുതി വരെ വന്നു കഴിയുമ്പോൾ പിന്നെ തിരിച്ച് നമ്മുടെ പാരമ്പര്യത്തിലേക്ക് പോകാം, നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന കാര്യത്തിലേക്ക് പോകാം എന്ന്
വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മൾ രക്ഷയുടെ അനുഭവത്തിലേക്ക് എത്തിപ്പെടുത്തുന്ന ചുരുക്കം. എന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു കാര്യം കൂടെ പറയട്ടെ, നമ്മൾ യേശുവിനെ രക്ഷകനായിട്ട് സ്വീകരിച്ചപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത് കംപ്ലീറ്റ് ആയിട്ടുള്ള രക്ഷയല്ല എന്നുള്ള കാര്യം നമ്മൾ ഒരിക്കൽ പോലും മറന്നു പോകരുത്. എന്ന് വെച്ചാല് ആദ്യമായിട്ട് നമ്മൾ യേശുവിൽ വിശ്വാസം വന്ന ആ ദിവസം അത് നമുക്ക് സ്വർഗത്തിലേക്കുള്ള ഒരു ടിക്കറ്റ് കിട്ടി. അന്ന് ഒരു ടിക്കറ്റ് കിട്ടിയിട്ടില്ല എന്ന് ചുരുക്കം. നീതീകരണം മാത്രമാണ്, ചെയ്ത പാവങ്ങളെല്ലാം പോയി, ദൈവവുമായിട്ട് റെക്കൺസിലിയേഷൻ വന്നു, അല്ലെ, ദൈവവുമായിട്ട് നിരപ്പിലായി എന്ന് മാത്രമാണ് ഉള്ളത്. നമ്മള് യേശുവിന്റെ ഒപ്പം നടന്നു. ഓരോ ദിവസവും ഹോളി സ്പിരിറ്റ് ഗോഡ്നാഡില് നയിക്കപ്പെട്ടവരെ നടന്ന് യേശുവിന്റെ ഒപ്പോലെ എത്തിപ്പെടും. അവസാനത്തെ ദിവസം നമുക്ക് പൂർണ്ണമായിട്ടുള്ള രക്ഷ നമുക്ക് കിട്ടും. നമുക്കറിയാം, ഒന്നാമത്തെ പത്രോസ് 1-ാമത്തെ ചാപ്റ്ററിൽ എഴുതി വെച്ചിരിക്കുന്ന കാര്യമാണ് അതൊക്കെ. അപ്പൊ നമുക്ക് അവസാനമാണ് നമ്മൾ രക്ഷ കിട്ടുന്നത്. അതുവരെ നമ്മൾ നടക്കണം. അതുവരെ നമ്മൾ യേശുവിന്റെ ഒപ്പം ആയിരിക്കണം. യേശുവിന്റെ ഒപ്പം ആയിരിക്കണമെങ്കിൽ നമ്മൾ ഹോളി സ്പിരിറ്റ് ഗോഡ്നാഡിൽ നയിക്കപ്പെടുന്ന ആൾക്കാരായിരിക്കണം, അല്ലെ. അല്ലാതെ നമ്മളുടെ ജഡത്തിന്റെ രീതിയിലേക്ക് തിരിച്ചു പോകരുത്, നമ്മളെ പാരമ്പര്യത്തിലേക്ക് തിരിച്ചു പോകരുത്. ഇപ്പൊ ഇവിടെ ഗലാത്യർ ചർച്ചുകൾ ചെയ്തുകൊണ്ടിരുന്നത് അവരെ ആരോ പഠിപ്പിച്ചു, അല്ലെ, മോശപ്പെട്ട രീതിയിലുള്ള, മോശപ്പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാല് തെറ്റായിട്ടുള്ള ഡോക്ട്രിൻ അവരെ പഠിപ്പിച്ചു, തെറ്റായിട്ടുള്ള കാര്യങ്ങൾ ഇവരെ ഒന്ന് പഠിപ്പിച്ചു കഴിഞ്ഞപ്പോൾ അവർക്ക് കാര്യങ്ങൾ മനസ്സിലായിട്ട് അവർ തിരിച്ചു പോകാൻ വേണ്ടി ശ്രമിക്കുന്നു. എന്താ പറയുക, അഗ്രചർമ്മത്തിന് പരിശീലനത്തിനായിട്ടൊക്കെ അവര് പോകാൻ വേണ്ടി ശ്രമിക്കുന്നു. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ പാരമ്പര്യത്തിലേക്ക് തിരിച്ചു പോകാനുള്ള ചാൻസ് ഉണ്ടല്ലോ. പലരും ഇന്നും പല ചർച്ചകളിലും നടക്കുന്ന കാര്യങ്ങള് ജാതീയത ഭയങ്കരമായിട്ട് ഉള്ള ഒരു അവസ്ഥയിലേക്ക് പലരും പോകുന്നുണ്ട്. ഒരു കാര്യം, അല്ലെ, നമുക്ക് യൂട്യൂബിലൊക്കെ പല വീഡിയോകളും വരുന്നു, അല്ലെ. അങ്ങനെ പല ചർച്ചകളും നടക്കുന്ന ജാതി വ്യവസ്ഥയെ പറ്റിയും ഉള്ള കാര്യങ്ങളൊക്കെ നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. തിരിച്ച് നമ്മളായിരുന്ന അവസ്ഥയിലേക്ക് പോകുന്ന ഒരു അവസ്ഥ, അല്ലെ. ഒരു എന്താ പറയാ, ഹൈറാർക്കി ചർച്ചിലൊക്കെ വരുന്ന ഒരു കാര്യം. പണമുള്ളവൻ പണമില്ലാത്തവൻ, അത് ജെയിംസിലൊക്കെ തന്നെ, യാക്കോബിലൊക്കെ തന്നെ ദൈവം എഴുതിയിരിക്കുന്ന കാര്യമാണ്. അപ്പൊ ഇതൊക്കെ ദൈവം എഴുതുമ്പോ ഇങ്ങനെയൊക്കെ ചർച്ചകൾ നടക്കുന്നു എന്ന് ചുരുക്കം, അല്ലെ. അപ്പൊ ഇനി നടക്കാതിരിക്കത്തില്ല, ഇനിയും നടന്നുകൊണ്ടിരിക്കും. അപ്പൊ ഇവിടെ നമ്മളോട് പറഞ്ഞിരിക്കുന്ന കാര്യം, നിങ്ങളെ വിശ്വാസത്തില് നിങ്ങൾ യേശുവിനെ വിശ്വസിച്ചുകൊണ്ടാണ് നിങ്ങൾ ന്യായീകരിക്കപ്പെട്ടിരിക്കുന്നത്. ആ വിശ്വാസം മാത്രമേ നിങ്ങൾ ന്യായീകരിക്കപ്പെടത്തുള്ളൂ, അല്ലെ. അല്ലാതെ വേറെ ഒന്നിനും നിങ്ങളെ എന്താ പറയുക, ന്യായീകരിക്കാൻ സാധിക്കത്തില്ല. അപ്പൊ പോൾ തന്നെ പറഞ്ഞിരിക്കുന്ന 2-ാമത്തെ ചാപ്റ്ററിൽ എഴുതിയിരിക്കുന്ന കാര്യം, തനിക്ക് കിട്ടിയിരിക്കുന്ന ഗ്രേസ് എനിക്ക് കിട്ടുന്ന ഗ്രേസിന് ഒരിക്കൽ പോലും സെറ്റ് ഡിസൈഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നില്ല. അത് ആവശ്യമില്ലാത്ത കാര്യമാണെന്ന് വിചാരിക്കാൻ ഒരിക്കൽ പോലും ഞാൻ ശ്രമിക്കത്തില്ല എന്നിങ്ങനെ പറഞ്ഞിരിക്കുക. 2-ാമത്തെ ചാപ്റ്ററിൽ, ഗലാത്യർക്കെഴുതിയ ലേഖനത്തിൽ 2-ാമത്തെ ചാപ്റ്റർ 21-ാമത്തെ വാക്കിനെ പറഞ്ഞിരിക്കുന്നത്, ഞാൻ ദൈവത്തിന്റെ കൃപ വ്യഥാവാക്കുന്നില്ല, ന്യായപ്രമാണത്തിൽ നീതി വരുന്നു എങ്കിൽ ക്രിസ്തു മരിച്ചത് വെറുതെയല്ല, അല്ലെ. പോളോട് പറയാ, ദൈവം തന്നിരിക്കുന്ന കൃപ ഞാൻ വ്യഥാവാക്കുന്നില്ല, ഞാൻ അത് വെറുതെ വേസ്റ്റ് ആക്കി ഞാൻ കളയാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം എനിക്കൊരു കാര്യം അറിയാം, ന്യായപ്രമാണത്തിനും കൊണ്ട് ഒരിക്കലും ഞാൻ നീതീകരിക്കപ്പെടുന്നില്ല. യേശുക്രിസ്തു അങ്ങനെയാണെങ്കിൽ, ന്യായപ്രമാണം കൊണ്ട് നീതീകരിക്കപ്പെടുവാണെങ്കിൽ യേശുക്രിസ്തു ക്രോസ് ഓഫ് കാൽവരി സഹിച്ചത് മൊത്തം വെറുതെയാണ്, അല്ലെ. അപ്പൊ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മള് വിശ്വാസികള്, അല്ലെ, ജെന്റൈൽസിനെ സംബന്ധിച്ചിടത്തോളം, ജാതികളെ സംബന്ധിച്ചിടത്തോളം ന്യായപ്രമാണത്തിന്റെ കാര്യം വരുന്നില്ല. പക്ഷേ നമ്മൾ പ്രവർത്തികൾ കൊണ്ട്, അല്ലെ, ദൈവത്തിനെ പ്രീതിപ്പെടുത്താമെന്ന് ശ്രമിക്കുവാണെങ്കിൽ, നമ്മുടെ നല്ല പ്രവർത്തികൾ കൊണ്ട് ദൈവത്തെ പ്രീതിപ്പെടുത്താമല്ലോ. അല്ലെങ്കിൽ നമ്മൾ ചെയ്തു കൂട്ടുന്നതുകൊണ്ട് നല്ല പ്രവർത്തികൾ ചെയ്യണം നമ്മൾ. പക്ഷെ അതുകൊണ്ടല്ല നമ്മൾ രക്ഷിക്കപ്പെടുന്നത്, അതുകൊണ്ടല്ല ദൈവം നമ്മളെ സ്നേഹിക്കുന്നത്. നമ്മൾ കുറച്ച് തൈത്ത് കൊടുക്കുന്നതുകൊണ്ടല്ല ദൈവം നമ്മളെ സ്നേഹിക്കുന്നത്. നമ്മൾ എന്താ പറയുക, മറ്റുള്ളവർ നന്നായിട്ട് പെരുമാറുന്നതുകൊണ്ടല്ല ദൈവം നമ്മളെ സ്നേഹിക്കുന്നത്. ഇതെല്ലാം നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന ദൈവത്തിന്റെ സ്നേഹം നമ്മുടെ ഉള്ളിലുള്ളത് കൊണ്ടാണ്. അവൻ നമ്മളെ സ്നേഹിച്ചത് നമ്മൾ മോശമായിരുന്ന സമയത്താണ്, അല്ലെ. എന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് റോമക്കത്തെ ലേഖനത്തിൽ 5-ാമത്തെ ചാപ്റ്ററിന്റെ 1-ാമത്തെ വാക്ക് പറഞ്ഞിരിക്കുന്ന ഇങ്ങനെ, നമ്മൾ വീക്ക് ആയിരുന്ന സമയത്ത് ആ ഡ്യൂ ടൈമില്, കറക്റ്റ് ടൈമില് അവൻ നമ്മൾക്ക് വേണ്ടി മരിക്കുകയോ ചെയ്തത്, അല്ലെ. നമ്മൾ വീക്ക് ആയിരുന്ന സമയത്താണ്, നമ്മൾക്ക് ബലമില്ലാതിരുന്ന സമയത്താണ്, നമ്മൾ പാപത്തിലായിരുന്ന സമയത്താണ് നമ്മൾക്ക് വേണ്ടി അവൻ മരിച്ചെന്ന് വിചാരിച്ചു, അല്ലെ. ദൈവം തന്റെ സ്നേഹത്തെ പ്രകടിപ്പിച്ച് എങ്ങനെ, സ്വന്തം മകനെ ക്രോസ് ഓഫ് കാൽവരിയിൽ നമ്മൾക്ക് വേണ്ടി ഫില്ല് ചെയ്തുകൊണ്ട്, അല്ലെ. അങ്ങനെയാണ് ദൈവം തന്റെ സ്നേഹത്തെ പ്രകടിപ്പിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മള് പാപികളായിരുന്ന സമയത്ത് നമ്മൾ സ്നേഹിച്ചതാണ് ദൈവം, അല്ലെ. അപ്പൊ ഒരു കാര്യം നമ്മൾ എപ്പോഴും മനസ്സിലാക്കുക, ഒരു പ്രവൃത്തി കൊണ്ടും ഒരു കാരണം കൊണ്ടും നമുക്ക് ദൈവത്തെ പ്രീതിപ്പെടുത്താൻ സാധിക്കത്തില്ല. അവൻ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞിരിക്കുക, അല്ലെ. ദൈവം യേശുക്രിസ്തു ഒരു തീരുമാനം എടുത്തിരിക്കുകയാണ്, ഞാൻ ഇവരെ സ്നേഹിക്കാൻ പോകുന്നത്.
അത് നമ്മളുടെ പ്രവൃത്തി കൊണ്ടല്ല. പക്ഷേ നമ്മൾ ദൈവത്തിന്റെ സ്നേഹം കൊണ്ട് നിറയുമ്പോൾ, നല്ല പ്രവൃത്തികൾ നമ്മൾ ചെയ്ത് ഓട്ടോമാറ്റിക്കലി നമ്മൾ ചെയ്തു പോകും. കാരണം അവന്റെ ആത്മാവാണ് നമ്മുടെ ഉള്ളിൽ വസിക്കുന്നത്. ദൈവത്തിന്റെ സ്നേഹം കൊണ്ട് നിറയുമ്പോൾ, ഹോളി സ്പിരിറ്റ് ഗോഡ് കൊണ്ട് നിറയുമ്പോൾ, ആ ഫയർ കൊണ്ട് നിറയുമ്പോൾ, പവർ കൊണ്ട് നിറയുമ്പോൾ നമ്മൾ താനേ യേശുവിന്റെ വഴി കൂടെ നടന്നു പോകും അല്ലെ. നമ്മളെ തന്നെ ഒന്ന് വിട്ടുകൊടുത്താൽ മതി ദൈവത്തിന്റെ കയ്യിലേക്ക് അല്ലെ. അങ്ങനെയാണ് വിട്ടുകൊടുക്കാൻ തയ്യാറുള്ള ആൾക്കാരാണ്, സബ്മിറ്റ് ചെയ്യാൻ തയ്യാറായിട്ടുള്ള ആൾക്കാരാണെങ്കിൽ യേശു പറയുന്ന അനുസരിച്ച് ഹോളി സ്പിരിറ്റ് ഗോഡിനാൽ ഈൽഡ് ചെയ്യപ്പെട്ടു നയിക്കപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ അവർ ഓട്ടോമാറ്റിക്കലി നല്ല കാര്യങ്ങൾ ചെയ്തു പോകും അല്ലെ. അത് നമ്മളല്ല ചെയ്യുന്നത്, അതും ദൈവം, നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന ഹോളി സ്പിരിറ്റ് ഗോഡാണ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ ദൈവം നമ്മളോട് പറഞ്ഞിരിക്കുക, അപ്പോ ഇത് ഗലേഷ്യരോട് പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ ന്യായപ്രമാണത്തിലേക്ക് തിരിച്ചു പോകരുത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ന്യായപ്രമാണത്തിലേക്ക് തിരിച്ചു പോകത്തില്ല. നമ്മൾ പലരും പ്രവൃത്തി വഴി ദൈവത്തെ പ്രീതിപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുന്നവരുണ്ട് അല്ലെ. അപ്പൊ ആ ഒരു ബോണ്ടേജിലേക്ക് നിങ്ങൾ ആയി തീരരുത് എന്നാണ് ദൈവം നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. പാരമ്പര്യ കാര്യങ്ങളിലേക്ക് തിരിച്ചു പോകാതിരിക്കുക അല്ലെ. ദൈവത്തിൽ ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് ദൈവത്തിലേക്ക് കംപ്ലീറ്റ് ആയിട്ട് സബ്മിറ്റ് ചെയ്തുകൊണ്ട് വിശ്വാസത്തിൽ മുമ്പോട്ട് പോവുക. വിശ്വാസം കൊണ്ട് മാത്രം മുമ്പോട്ട് പോകുക അല്ലെ. പ്രവൃത്തി കൊണ്ട് മുമ്പോട്ട് പോകാൻ ശ്രമിക്കരുത്, നടക്കത്തില്ല അല്ലെ. നമ്മൾ തന്നെ ബോണ്ടേജിലായിപ്പോ, നമ്മൾ തന്നെ പിശാച് വളരെ അധികം വളരെയധികം നമ്മളിപ്പോ ദൈവത്തെ പ്രീതിപ്പെടുത്താൻ ശ്രമിക്കുന്ന വിശ്വാസം കൊണ്ടല്ല. ഈ വിശ്വാസം നമ്മുടെ കയ്യിലുള്ള പരിചയമാണ് അല്ലെ. ആ വിശ്വാസം ഒന്നില്ല എങ്കിൽ, നമ്മൾ വിശ്വാസത്തിലല്ല ഓപ്പറേറ്റ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ചിലപ്പോ ഭയങ്കരമായിട്ട് അന്യഭാഷയൊക്കെ സംസാരിക്കുന്ന വ്യക്തികളായിരിക്കും. പക്ഷെ പിശാചിനറിയാം എന്തായാലും വിശ്വാസം നമുക്കുണ്ടെന്നുള്ള കാര്യം അല്ലെ. അവൻ നമ്മളുടെ ഓരോ മൂവ്മെന്റും അവനറിയാം അല്ലെ. ദൈവത്തിന് അറിയുന്ന ഒപ്പം തന്നെ അവനും അറിയാം അല്ലെ കാര്യങ്ങളൊക്കെ. നമ്മളപ്പോ എത്രമാത്രം വിശ്വാസത്തിലാണെന്നുള്ളത് നമ്മുടെ ഓരോ മൂവ്മെന്റ് കാണുമ്പോൾ, നമ്മൾ ഓരോ കാര്യങ്ങൾ, നമ്മൾ ഓരോ തീരുമാനം എടുക്കുന്ന കാണുമ്പോഴും അറിയാൻ പറ്റും നമ്മൾ എത്രമാത്രം വിശ്വാസത്തിലാണെന്നുള്ള കാര്യം. അപ്പൊ ദൈവം പറഞ്ഞിരിക്കുക, നിങ്ങൾ വിശ്വാസമില്ലാതെ അല്ലെ, വിശ്വാസത്തിൽ അടിയുറച്ചു നിൽക്കാതെ നിങ്ങൾ എന്ത് ചെയ്താലും അതൊരു ബോണ്ടേജ് ആയിട്ടാണ് തീരുന്നത് അല്ലെ. വിശ്വാസത്തിന് പുറത്ത് നമ്മൾ എന്ത് ചെയ്താലും, യേശുവിലുള്ള വിശ്വാസത്തിന് പുറത്ത് നമ്മൾ എന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ, എത്ര നല്ല പ്രവൃത്തി ചെയ്തെന്ന് വിചാരിച്ചു, അതെല്ലാം നമ്മളെ ഒരു എന്താ പറയാ അടിമകളാക്കി വെക്കുകയും ചെയ്യും. എന്നാൽ നമ്മൾ വിശ്വാസം നിന്നുകൊണ്ട് നമുക്ക് നമ്മുടെ ദൈവത്തിന് ആവശ്യമുള്ള കാര്യം, ദൈവം നമ്മളോട് പറയുന്ന കാര്യങ്ങൾ ചെയ്ത് നോക്കുക. അത് നമ്മളെ ദൈവത്തോട് കൂടുതൽ അടുപ്പിക്കുകയോ ചെയ്യും. അപ്പൊ ദൈവം നമ്മളോട് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം ഇതാ, നിങ്ങൾ തിരിച്ച് ബോണ്ടേജിലേക്ക് പോകാൻ ശ്രമിക്കരുത്. അവൻ നമ്മളെ എന്താ പറയാ വിടുവിച്ചിരിക്കുന്നു. ആ ഒരു ഫ്രീഡത്തിൽ നമ്മൾ ഉറച്ചു നിൽക്കുന്ന ആൾക്കാർ ആയിരിക്കുക അല്ലെ. ഓരോ ചർച്ചിലും ഓരോ കാര്യങ്ങൾ ചെയ്തു കൂട്ടുന്ന കാണുമ്പോൾ, ഓരോ ആൾക്കാർ പറയുമ്പോൾ അല്ലെ, പറയുന്ന കേൾക്കുമ്പോൾ നമുക്ക് തന്നെ അറിയാൻ പറ്റും അവര് ദൈവത്തിന്റെ യേശുവിലുള്ള വിശ്വാസത്തിലല്ല മൂവ് ചെയ്യുന്നത്. അവര് മനുഷ്യരുടെ അകത്തുള്ള ജഡത്തിന്റെ രീതിയിൽ ഇപ്പൊ ഓപ്പറേറ്റ് ചെയ്ത് പോകുന്നത്. ഏത് ചർച്ച, ഏത് കാര്യം നമുക്ക് ഓപ്പണായിട്ട് പറയാൻ പറ്റത്തില്ല. പക്ഷെ ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട്, വചനത്തിൽ വിശ്വസിച്ചുകൊണ്ട് നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ നമുക്ക് തന്നെ കാണാൻ പറ്റും ആരൊക്കെ എന്തൊക്കെയാണ് ചെയ്യുന്നുള്ള കാര്യം. അപ്പൊ ദൈവം നമ്മളോട് പറഞ്ഞിരിക്കുക, തിരിച്ച് അതിലേക്ക് പോകരുത് അല്ലെ. തിരിച്ച് നിങ്ങൾ വന്ന വഴി കൂടെ പോകരുത്, പിന്നെ നിങ്ങൾ ബോണ്ടേജിലേക്ക് പോകരുത് അല്ലെ. ഇന്ന് ദൈവം നമ്മളോട് പറഞ്ഞിരിക്കുന്നത്, ഗലാത്യർക്കെഴുതിയ ലേഖനത്തിൽ 2-ാമത്തെ ചാപ്റ്റർ 20-ാമത്തെ വാക്യം പറഞ്ഞിരിക്കുന്നത്, യേശുവിനോടൊപ്പം നമ്മൾ ക്രൂശിക്കപ്പെട്ടിരിക്കുന്ന വ്യക്തികളാണ് അല്ലെ. ഇന്ന് ജീവിക്കുന്ന നമ്മളല്ല ജീവിക്കുന്നത്, യേശുവാണ് ജീവിക്കുന്നത്. നമ്മൾ ജഡത്തിൽ ഇന്ന് നമുക്ക് ശരിക്കും പറഞ്ഞാൽ സ്പിരിച്വൽ ഒരു കാര്യം മനസ്സിലാക്കുക, നമ്മൾ സ്പിരിച്വലി ഹോളി സ്പിരിറ്റ് ഗോഡിനാൽ നയിക്കപ്പെട്ട് ജീവിക്കണമെങ്കിൽ അതിന് വിശ്വാസത്തിന്റെ ആവശ്യമില്ല. നമ്മൾ ജഡത്തിൽ ജീവിക്കുന്ന ജീവിതത്തിലാണ് നമുക്ക് വിശ്വാസത്തിന്റെ ആവശ്യമുള്ളൂ. ഞാൻ എന്താ പറയാൻ ഉദ്ദേശിച്ചെന്ന് വെച്ച് കഴിഞ്ഞാല്, നമുക്കറിയാം 20-ാമത്തെ വാക്കിലേക്ക് വരുവാണെങ്കിൽ, ഗലാത്യർക്കെഴുതിയ ലേഖനത്തിൽ 2-ാമത്തെ ചാപ്റ്ററിന്റെ 20-ാമത്തെ വാക്കിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുക, ഞാൻ ക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നു. ഇപ്പോൾ ഞാൻ ജഡത്തിൽ ജീവിക്കുന്നതോ എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത ദൈവപുത്രങ്ങളുള്ള വിശ്വാസത്തിലത്രേ ജീവിക്കുന്നു. അപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാല്, എന്റെ ഉള്ളിലുള്ളത് ഹോളി സ്പിരിറ്റ് ഗോഡ് എന്ന് പറഞ്ഞാൽ പുത്രന്റെ ആത്മാവാണ് അല്ലെ. അപ്പൊ ഞാൻ എന്റെ സ്പിരിച്വൽ ആയിട്ടുള്ള ലൈഫില് ഞാൻ ഹോളി സ്പിരിറ്റിന്റെ കയ്യിലേക്ക് എന്നെ സബ്മിറ്റ് ചെയ്തുകൊണ്ട് ഞാൻ ജീവിക്കുന്ന ജീവിതത്തിന് അധികം വിശ്വാസത്തിന്റെ ഒരു കാര്യമൊന്നുമില്ല. ഞാൻ അങ്ങ് ജീവിച്ചാൽ മതി, എന്നെ നയിക്കുന്ന ഹോളി സ്പിരിറ്റ് ഗോഡാണ്. പക്ഷേ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താ, ഞാൻ ജഡത്തിൽ ജീവിക്കുന്ന ജീവിതത്തിന് എനിക്ക് വിശ്വാസം കൂടിയേ പറ്റും.
അല്ലെ? ഇപ്പൊ ഞാൻ ഈ എന്റെ ഈ ഭൂമിയിലുള്ള ജീവിതത്തിന് ഈ ഭൂമിയിലുള്ള ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ നമ്മൾ ജഡത്തിൽ ഓരോ കാര്യം ചെയ്യുന്നതിന് ജഡത്തിന്റെ സ്വഭാവത്തിലേക്ക് പോകാതെ ദൈവത്തിന്റെ സ്വഭാവത്തിൽ തന്നെ ഓപ്പറേറ്റ് ചെയ്ത് നിൽക്കണമെങ്കിൽ അല്ലെ ആ ഒരു എന്താ പറയുക നമുക്കറിയാം ഹോളിസ്പിരിറ്റ് ഗോഡും ജഡവും തമ്മില് ഹോളിസ്പിരിറ്റ് ഗോഡിന് എതിരാണ് നമ്മുടെ ജഡം അല്ലെ ആ ജഡത്തില് ഈ ജഡം എന്ന് പറയുമ്പോൾ രണ്ട് കാര്യങ്ങളുണ്ട് നമ്മുടെ ജഡത്തിന്റെ സ്വഭാവവും നമ്മുടെ ശരീരവും അല്ലെ ഇപ്പൊ ഇവിടെ ജഡത്തിൽ ജീവിക്കുന്ന ഒരു വിശ്വാസം കൂടെയാണ് വിശ്വാസം കൂടെയാണ് ജീവിക്കുന്നത് വിശ്വാസത്തിലാണ് ജീവിക്കുന്നത് പറയുമ്പോൾ നമ്മുടെ ശരീരത്തിന്റെ കാര്യത്തെ പറ്റി പറയുന്നത് ഈ ലോകത്തിൽ ഉള്ള ജീവിതത്തെ പറ്റി പറയുന്നത് അതിൽ നമ്മൾ ജീവിക്കുമ്പോൾ ആ ഒരു ജീവിതത്തിന് വിശ്വാസം കൂടിയേ പറ്റും എന്നാൽ ആത്മാവിനാൽ നമ്മൾ നയിക്കപ്പെടുമ്പോൾ അല്ലെ നമ്മള് ഹോളിസ്പിരിറ്റ് ഗോഡിനാൽ നമ്മൾ ക്യാരി ചെയ്യുമ്പോൾ അല്ലെ എന്താ പറയുക അതിന് ഒട്ടും തന്നെ വിശ്വാസത്തിന്റെ ആവശ്യമില്ല കാരണം നമ്മള് ദൈവത്തിന്റെ കയ്യിലേക്ക് നമ്മളെ തന്നെ കൊടുത്താൽ മതി ദൈവം നമ്മളെ അങ്ങോട്ട് കൊണ്ടുപോയിക്കോളും അല്ലെ ഇപ്പൊ പോളൊക്കെ എന്ന് പറയുമ്പോൾ പോള് ജഡത്തിൽ ജീവിക്കുക എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിൽ ജീവിക്കുക എന്ന് പറഞ്ഞാൽ അത് വലിയ ബുദ്ധിമുട്ടായിരുന്നു പോളിനൊക്കെ എന്ന് ഞാൻ എന്തോ പറയാൻ ഉദ്ദേശിച്ചെന്ന് വെച്ച് കഴിഞ്ഞാല് അവര് കംപ്ലീറ്റ് മിക്കവാറും തന്നെ സമയങ്ങളിൽ ഹോളിസ്പിരിറ്റ് ഗോഡിനാൽ നയിക്കപ്പെട്ട് ജീവിക്കുന്ന വ്യക്തികളായിരുന്നു അപ്പൊ അതാണ് പോളിന്റെ ഒരു ജീവിതത്തിന്റെ ഒരു സ്റ്റൈൽ എന്ന് വെച്ച് കഴിഞ്ഞാല് അല്ലെ അപ്പോ അതുകൊണ്ടാണല്ലോ പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ന്യായപ്രമാണത്തിൽ എന്താ പറയുക ക്രിസ്തുവിനുള്ള വിശ്വാസമാണ് എനിക്ക് ആ വിശ്വാസം ഇല്ലാതെ എനിക്ക് എന്റെ ജഡത്തിൽ എനിക്ക് ജീവിച്ചു പോകാൻ സാധിക്കത്തില്ല എന്ന് പറഞ്ഞിരിക്കുക അല്ലെ അത് ഡിഫിക്കൽട്ടാണ് ഈ ലോകത്തുള്ള ജീവിതം ഡിഫിക്കൽട്ടാണ് എന്ന് പറഞ്ഞിരിക്കുക പക്ഷെ എനിക്ക് ഞാൻ ആത്മാവിനാൽ ഫില്ല് ചെയ്യപ്പെട്ട് ആത്മാവിനാൽ ഒരു കാറ്റിൽ എന്ന പോലെ പോകുമ്പോ ദൈവം ഹോളിസ്പിരിറ്റ് ഗോഡ് നയിക്കുന്ന അതിലെയെല്ലാം ഞാൻ പോകുമ്പോ അല്ലെ എവിടെയൊക്കെ എന്നെ കൊണ്ടുപോകുന്നു അവിടെയെല്ലാം ഞാൻ പോകുമ്പോ എന്തൊക്കെ എന്നോട് ചെയ്യാൻ പറഞ്ഞു അതൊക്കെ ഞാൻ ചെയ്യുമ്പോൾ അവൻ എന്നിൽ കൂടി വർക്കൗട്ട് ചെയ്യുമ്പോൾ അത് വളരെ ഈസിയാണ് ജീവിച്ചു പോകാൻ വേണ്ടി അത് വളരെ ഈസിയാണ് കാരണം നമ്മൾ വഴി ചെയ്യുന്ന ഹോളിസ്പിരിറ്റ് ഗോഡ് പക്ഷെ ഇവിടെ നിന്നുകൊണ്ട് ചേർത്ത് നിന്നുകൊണ്ട് എന്ത് ചെയ്യണമെങ്കിലും അത് വിശ്വാസം തന്നെ വേണം അപ്പൊ അതിനാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഞാൻ ക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു ഇനി ജീവിക്കുന്നത് ഞാനല്ല ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നു അപ്പോൾ ഞാൻ ജഡത്തിൽ ജീവിക്കുന്നത് എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊണ്ടുള്ള ദൈവപുത്രങ്ങളുള്ള വിശ്വാസത്താൽ അത്ര ജഡത്തിൽ ജീവിക്കണമെങ്കിൽ ഈ ലോകത്ത് ഈ ശരീരത്തിൽ ജീവിക്കണമെങ്കിൽ വിശ്വാസം കൂടിയേ പറ്റത്തുള്ളൂ അല്ലെ ദൈവത്തിൽ നമ്മളെ നിലനിർത്തണം എന്നാണ് യൂദയിൽ എഴുതിയിരിക്കുന്നത് ദൈവത്തിന്റെ സ്നേഹത്തിൽ നമ്മൾ നിലനിർത്തണം സ്നേഹത്തിൽ നമ്മൾ തന്നെ നിലനിർത്തണം എന്ന് പറഞ്ഞിരിക്കുന്നത് അത് നിലനിർത്തണമെങ്കിൽ എന്താ പറയുക വിശ്വാസം കൂടിയേ പറ്റത്തുള്ളൂ ഹോളിസ്പിരിറ്റ് ഗോഡിന്റെ ഹെൽപ്പ് കൂടിയേ പറ്റത്തുള്ളൂ അപ്പൊ അങ്ങനെയാകുമ്പോൾ വിശ്വാസത്തിൽ ഓപ്പറേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് നമ്മൾ തിരിച്ച് നമ്മളായിരുന്ന ബോണ്ടേജിലേക്ക് പോകരുത് എന്ന് ദൈവം നമ്മളോട് പറഞ്ഞിരിക്കുന്നത് നമ്മളായിരുന്ന ബോണ്ടേജിലേക്ക് പോകരുത് ഒരു കാരണവശാലും ന്യായപ്രമാണത്തിന്റെ ബോണ്ടേജിൽ നമ്മളെപ്പോലുള്ളവർ പോകുന്ന തോന്നില്ല പക്ഷേ പ്രവൃത്തികൾ കൊണ്ട് ദൈവത്തെ പ്രീതിപ്പെടുത്താൻ നമ്മൾ ശ്രമിക്കരുത് അല്ലെ ഉദാഹരണമായിട്ട് പറയുവാണെങ്കിൽ ചെറിയ ഉദാഹരണമായിട്ട് പറയുവാണെങ്കിലും പലരും എന്താ പറയുക ഈ ഫാസ്റ്റിംഗ് പ്രയർ ഒക്കെ എടുക്കുന്ന സമയത്ത് ഞാൻ ഇത്ര ദിവസം എനിക്ക് ഫാസ്റ്റിംഗ് പ്രയർ എടുത്തേ പറ്റത്തുള്ളൂ അത് എടുക്കണം അതാണ് എൻ്റെ ചർച്ച പറയുന്നത് അപ്പൊ അങ്ങനെയൊക്കെ വെച്ചിട്ട് ഒരു 21 ദിവസം ഞാൻ ഫാസ്റ്റിംഗ് എടുക്കാൻ പോകും കാരണം അതാണ് എൻ്റെ ചർച്ച പറയുന്നത് അതിന് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല എന്തിനെടുക്കുന്നു എന്ത് കാര്യത്തിനെടുക്കും ദൈവം പറഞ്ഞിട്ടുണ്ടോ ദൈവത്തിന് ഇഷ്ടമോ ദൈവം നിങ്ങളെ ഡയറക്റ്റ് ചെയ്തിട്ടാണോ അതിനെപ്പറ്റി ഒന്നും കാര്യങ്ങളൊന്നുമില്ല പക്ഷെ എല്ലാവരും പറയുന്നു ഞാനും ചെയ്യാൻ പോകും അല്ലെ പ്രവൃത്തി കൊണ്ട് ദൈവത്തെ പ്രീതിപ്പെടുത്താൻ ശ്രമിക്കുക എല്ലാവരും നല്ല പ്രവൃത്തികൾ ചെയ്യുന്നു ഞാനും എനിക്ക് നല്ല പ്രവൃത്തി ചെയ്യുന്നു കാരണം എല്ലാവരും ചെയ്യുന്നുണ്ടല്ലോ എന്റെ ചർച്ച ചെയ്യുന്നുണ്ടല്ലോ അപ്പൊ അതിന്റെ ഒപ്പം ഞാനും ചെയ്യണം അങ്ങനെ ഒരു തീരുമാനം പക്ഷെ അവിടെ എന്താ പറയുക ഹോളിസ്പിരിറ്റ് ഗോഡ് അത് നയിക്കുന്നത് അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല ഹോളിസ്പിരിറ്റ് ഗോഡ് പറഞ്ഞിട്ടുണ്ട് ഒന്നും ആയിരിക്കണമെന്നില്ല എല്ലാ ചർച്ചകളും കൺവെൻഷൻസ് നടത്തുന്നില്ല അപ്പം എനിക്കും നടത്തണം അല്ലെ എല്ലാ ആൾക്കാരും ഇങ്ങനെ ചെയ്യുന്നില്ല എനിക്കും ചെയ്യണം അങ്ങനെ വരുമ്പോൾ നമ്മൾ നമ്മുടെ ജഡത്തിൻ്റെതായിട്ടുള്ള ഒരു രീതിയിൽ ഒരു ശൈലിയിലേക്ക് നമ്മൾ പോവുക ചെയ്യുന്നത് അപ്പൊ അവിടെയാകുമ്പോൾ തിരിച്ച് നമ്മൾ ബോണ്ടേജിലേക്ക് പോകുന്നത് തിരിച്ച് എന്താ പറയുക അടിമത്തത്തിലേക്ക് പോകുന്നത് അങ്ങനെ ഒരു അടിമത്തത്തിലേക്ക് നമ്മളെ തന്നെ ആക്കരുത് എന്നാണ് നമ്മുടെ ദൈവം പറഞ്ഞിരിക്കുന്നത് അടിമത്തത്തിലായിരിക്കുന്നതിന് വേണ്ടിയല്ല നമ്മുടെ ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത് അല്ലെ നമ്മളെ ഫ്രീ ആക്കിയിരിക്കുകയാണ് ആ ഫ്രീഡത്തിൽ തന്നെ നിൽക്കുക എന്നാണ് നമ്മുടെ ദൈവം പറഞ്ഞിരിക്കുന്നത് എപ്പോഴും ഹോളിസ്പിരിറ്റ് ഗോഡിനാൽ നയിക്കപ്പെട്ടവരായിരിക്കട്ടെ അതിനെപ്പറ്റിയാണ് ദൈവം പറഞ്ഞിരിക്കുന്നത് അങ്ങനെ തന്നെ ആയിരിക്കട്ടെ നമ്മൾ അല്ലെ അപ്പൊ അതാണ് എനിക്കിന്ന് പറയാനുള്ള അപ്പൊ നമുക്കൊന്ന് പ്രാർത്ഥിച്ചു നിർത്താം കർത്താവേ ഈ സമയത്ത് നന്ദി പറയുന്ന കർത്താവ് താങ്ക് യു ജീസസ് മാസ്റ്റർ പ്രേസ് യു വിൽ വർഷിപ്പ് യു താങ്ക് യു ജീസസ് മാസ്റ്റർ ഫാദർ ഗോഡ് ഞങ്ങളുടെ പ്രവൃത്തി കൊണ്ട് കർത്താവ് ഞങ്ങൾ ഇനി അടിമത്തത്തിലേക്ക് പോകാൻ എപ്പോഴെങ്കിലും എങ്ങനെയെങ്കിലും ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ
കർത്താവ് ക്ഷമിക്കണമെന്ന് അപേക്ഷിക്കുന്നു കർത്താവ് ലോർഡ് ഫാദർ. ഞങ്ങൾ ഹോളി സ്പിരിറ്റ് ഗോഡ്നാൽ നയിക്കപ്പെടുന്ന വ്യക്തികൾ മാത്രമായിരിക്കട്ടെ കർത്താവെ. അങ്ങോട്ടുള്ള സ്നേഹം മാത്രമായിരിക്കട്ടെ കർത്താവ് ഞങ്ങളുടെ ഹൃദയത്തിലുള്ള കർത്താവ്. അങ്ങനെയുള്ള വിശ്വാസത്തിലായിരിക്കട്ടെ ഞങ്ങൾ ജീവിച്ചു പോകുന്നു. അങ്ങയുടെ നീതിമാൻ വിശ്വാസത്തിലാണ് ജീവിക്കുന്നത് പ്രവർത്തികളിലല്ലോ കർത്താവ്. താങ്ക് യു ജീസസ് മാസ്റ്റർ. താങ്ക് യു ലോർഡ് ഗോഡ് മൈറ്റി ഫാദർ. ഞങ്ങൾ നയിക്കുന്നതിന് നന്ദി പറയുന്നു. ഞങ്ങളെ മുദ്രയിട്ടാൻ നന്ദി പറഞ്ഞു. ഞങ്ങൾ സ്വീകരിച്ചതിന് നന്ദി പറയുന്നു. എന്നെ കേട്ടോണ്ടിരിക്കുന്ന ഓരോ വ്യക്തികളോട് പ്രാർത്ഥിക്കുന്ന കർത്താവെ ബ്ലസ് ചെയ്യണമെന്ന് അപേക്ഷിക്കുന്ന യേശുവിൻ നാമത്തിൽ ആമേൻ. ഇനി കേട്ടിരുന്നത് ദൈവത്തിനാമത്തിൽ മഹത്വം ഉണ്ടാകട്ടെ.